നമസ്കാരം. കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടോളം നഗരസഭയുടെ 8 കോടിയുടെ വാർഷിക പദ്ധതിക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. 14ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2025-2026 സാമ്പത്തിക വർഷത്തിൽ 8,51,40,000 രൂപയുടെ കരട് പദ്ധതിക്ക് രൂപം നൽകി. 13/2/2025 നടന്ന വികസന സെമിനാറിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് അന്തിമ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് എന്ന് നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ അറിയിച്ചു. പാർപ്പിടം, ശുചിത്വം, റോഡ് വികസനം, കൃഷി, സ്ത്രീ ശാക്തീകരണം, യുവജനക്ഷേമം, പട്ടികജാതി വികസനം, പട്ടികവർഗ വികസനം എന്നീ പ്രവർത്തനങ്ങൾ കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ മുൻഗണനാ പദ്ധതികളായ മാലിന്യ സംസ്കരണം, അതിദാരിദ്ര്യ മുക്ത പ്രവർത്തനം, ഡിജിറ്റൽ സാക്ഷരത എന്നിങ്ങനെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഉൽപാദന മേഖലയിൽ ക്ഷീര കർഷകർക്ക് സബ്സിഡി, നെൽകൃഷി കൂലിച്ചെലവ് സബ്സിഡി, തെങ്ങ്, ജാതി എന്നിവയ്ക്ക് ജൈവവള വിതരണം, ഹൈബ്രിഡ് പച്ചക്കറി തൈ വിതരണം, കിഴങ്ങുവർഗ വിളകൾക്ക് ധനസഹായം, കുറ്റിക്കുരുമുളക് വിതരണം, പമ്പ് സെറ്റ് വിതരണം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീടില്ലാത്ത എല്ലാവർക്കും വീടെന്ന ലക്ഷ്യത്തിനായി ഈ വർഷവും പുതിയ വീടുകളുടെ നിർമ്മാണത്തിനും സ്മാർട്ട് കിച്ചൺ പദ്ധതിക്കും തുക വകയിരുത്തിയിട്ടുള്ളതാണ്. ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം, സഹായ ഉപകരണം നൽകാൻ എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുള്ളതാണ്. ആയുർവേദ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് 25 ലക്ഷം രൂപയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് 13 ലക്ഷം രൂപയും ഹോമിയോ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങുന്നതിന് 7 ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 12 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുള്ളതാണ്. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ABCD പദ്ധതിക്ക് 2 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളതാണ്. മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഡെപ്യൂട്ടി ചെയർമാൻ സണ്ണി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ഷാനവാസ് യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിൻസ് പോൾ ജോൺ, ഷിബി ബേബി, അംബിക രാജേന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ രാജു MK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നഗരസഭാ സെക്രട്ടറി ഷീബ S യോഗത്തിന് നന്ദി പ്രകാശിപ്പിച്ചു. നഗരസഭാ കൌൺസിൽ അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, വാർഡ് സഭാ പ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, ADSDS അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അംഗനവാടി, ആശാ വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ വികസന സെമിനാറാണ് ഇന്നിവിടെ നടത്തുന്നത്. 2025-26 വർഷത്തെ കരട് പദ്ധതി രേഖയാണ് നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഏകദേശം 4 വർഷക്കാലമായി നമ്മൾ ഈ ഭരണസമിതി മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല പദ്ധതികളെല്ലാം രൂപീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 4 വർഷവും മുൻപോട്ട് നീങ്ങുന്നത്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതികളുടെ കരട് രൂപങ്ങളാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ വർഷം നമ്മുടെ ഭരണസമിതി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള പ്രോജക്റ്റുകളുടെ ഒരു കരട് രൂപമാണത്. നമുക്ക് പല രീതിയിലാണ് നമുക്ക് ഫണ്ട് ലഭ്യമാകുന്നത്. ഒന്ന്, സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമാകും, അതുപോലെ മറ്റ് ഏജൻസികളുടെ ഫണ്ട് ലഭ്യമാകും, സർക്കാർ വഴി MLA MPമാരിൽ നിന്നുള്ള ഫണ്ടുകൾ ലഭ്യമാകും, അതുപോലെ നഗരസഭയുടെ തനത് വരുമാനവും കൂടി ഉൾപ്പെടുത്തിയാണ് ഓരോ വർഷവും നമ്മുടെ പദ്ധതികൾ നമ്മൾ രൂപവൽക്കരിക്കുന്നത്. പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതിനു ശേഷം ജനങ്ങൾക്ക് അതാത് പ്രദേശത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നതിൽ വലിയൊരു പങ്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ് എന്നുള്ളതിൽ നമുക്കെല്ലാം അഭിമാനമുണ്ട്. കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ ഏകദേശം 28% തുക നീക്കിവെക്കുന്നത് ലോക്കൽ ബോഡീസിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാണ്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.